أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, ഉമറാക്കളെ, കരളിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിമീങ്ങളെ, ഹഫീദുകൾ, മറ്റു മദ്ഹറിൻ്റെ മുഹിബ്ബീങ്ങളെ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു പൊരുത്തപ്പെടുന്ന അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണ്ണ പൊരുത്തം കിട്ടിയവരെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, മദ്ഹറിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള നിമിഷമാണ്. അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ട ഉപ്പയുടെ ഹയാത്തിൽ തന്നെ നമ്മുടെ ഹിഫ്ള് ക്യാമ്പസ് പ്രവർത്തിച്ചിരുന്നത് മദ്ഹറിൻ്റെ മെയിൻ ക്യാമ്പസിലായിരുന്നു. അന്ന് കുട്ടികൾ കൂടി വന്നു. കുട്ടികൾക്ക് സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് അഡ്മിഷൻ വരും. ഓരോ പ്രാവശ്യവും കുട്ടികളെ തിരിച്ചയക്കുന്ന പ്രയാസം കൊണ്ട് പിന്നീട് അന്ന് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉപ്പയുടെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഈ പള്ളിയിലേക്ക് നമ്മുടെ ക്യാമ്പസ് മാറ്റുകയും താൽക്കാലികമായി ചെറിയൊരു ഷെഡായിട്ട് ക്യാൻറ്റീൻ, ഇത് മദ്രസയാണ്, അങ്ങനെ ചെറിയൊരു സംവിധാനം, ചെറിയ സൗകര്യത്തിൽ ഈ ക്യാമ്പസ് ഇങ്ങോട്ട് മാറ്റി. പിന്നീട് കുട്ടികൾ വീണ്ടും കൂടുകയും ചെയ്തപ്പോൾ, സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ, മദ്ഹറിലേക്ക്, ഹിഫ്ളിലേക്ക് നമ്മൾ മക്കളെടുക്കുന്ന സമയത്ത് കിട്ടിയ ഏത് കുട്ടിയെയും ഈ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ചെയ്യാറില്ല. ആ കുട്ടിക്ക് ഹിഫ്ളിനുള്ള കഴിവുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഹിഫ്ളിലേക്ക് എടുക്കാറുള്ളൂ. അതും ആ കുട്ടി ഒരു ആഴ്ച ആദ്യമൊരു ഇൻ്റർവ്യൂ നടത്തി, അതിൽ പാസ്സായി വീണ്ടും ഒരാഴ്ച ആ കുട്ടിയെ ഇവിടെ താമസിപ്പിച്ച് ഖുർആൻ്റെ അല്പഭാഗങ്ങളൊക്കെ ഓതിക്കൊടുത്ത് ആ കുട്ടിക്ക് എത്രത്തോളം ഹിഫ്ളിൻ്റെ കഴിവുണ്ട്, പവറുണ്ട് എന്ന് നോക്കിയതിൻ്റെ ശേഷം ആ ടെസ്റ്റിലും പാസ്സായതിൻ്റെ ശേഷം മാത്രമാണ് ഹിഫ്ളിലേക്ക് എടുക്കുക. ആ ഹിഫ്ളിലേക്ക് എടുക്കുന്ന കുട്ടിയെ ആ രക്ഷിതാക്കളോട് പറയാറുള്ളത്, ഹിഫ്ള് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എടുക്കാറില്ല. ഹിഫ്ള് കഴിഞ്ഞാൽ നമ്മൾ ആ ഹിഫ്ളിൻ്റെ സനത് കൊടുക്കുമ്പോഴേക്കും ആ കുട്ടി ഒരു ആലിമും കൂടിയായിരിക്കണം. അങ്ങനെയാകുമ്പോഴേ ഈ ഹിഫ്ള് പൂർത്തിയാകുള്ളൂ എന്ന് മനസ്സിലാക്കി പ്രിയപ്പെട്ടയുടെ ഉപ്പയുടെ നിർബന്ധമായിരുന്നു. ആ കുട്ടി വെറും ഹാഫിളായിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടി ഖുർആനുമായി ബന്ധമില്ലാതെ അത് മറന്നുപോകും. അതുകൊണ്ട് ഒരിക്കലും അതിന് അവസരം കൊടുക്കാതെ വീണ്ടും കുട്ടി ഒരു ആലിമും കൂടി ആയതിൻ്റെ ശേഷം ആയിരിക്കണം നമ്മൾ സനത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ഉറൂസിൽ നമ്മൾ സനത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളെ മക്കളൊക്കെ ഉയർന്നങ്ങളിൽ എത്തിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ വലിയ ദീനിൻ്റെ അറിവുള്ള ആലിമീങ്ങളായ, ഉഖ്റവീങ്ങളായ ആലിമീങ്ങളെ, ഹാഫിളീങ്ങളായിട്ട് അല്ലാഹു വളർത്തി ഉയർത്തി ഉഷാറാക്കുമാറാകട്ടെ. ഉപ്പയുടെ ആഗ്രഹമായിരുന്നു അവിടുത്തെ ജീവിതത്തിൽ, നമുക്കറിയാം അവിടുത്തെ സമ്പത്തും അവിടുത്തെ എല്ലാം മാറ്റിവെച്ചത്. ഇന്ന് മദ്ഹർ നിൽക്കുന്ന ക്യാമ്പസാകട്ടെ, ഈ ക്യാമ്പസാകട്ടെ അവിടുത്തെ ജാപ്പകലില്ലാത്ത അധ്വാനമാണ്. ഈ ലോകത്തോട് വിട പറയുമ്പോൾ കേവലം 54 വയസ്സ് മാത്രമാകുമ്പോഴേക്കും അവിടുന്ന് എല്ലാ ഒരുക്കങ്ങളും നടത്തി അവിടുത്തെ സമ്പത്തും ആയുസ്സും വയസ്സും എല്ലാം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇൽമിൻ്റെ വഴിയിലായിരുന്നു എല്ലാം ചെലവഴിച്ചത്. മദ്ഹർ നിൽക്കുന്ന ക്യാമ്പസ് അറിയാം, ലക്ഷങ്ങൾ അവിടുത്തെ സ്വന്തം ക്യാഷ് കൊടുത്ത് വാങ്ങിയ ആ ക്യാമ്പസ് അവസാനമായി ലൻ തനാലിൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബു എന്ന ആയത്തോതിട്ട്, എനിക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ വെച്ച് ഏറ്റവും മൂല്യമുള്ള സമ്പത്താണ് ആ നാഷണൽ ഹൈവേയുടെ ഓരത്തുള്ള സമ്പത്ത്, അത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞ് മക്കളാകുന്ന ഞങ്ങളെ വിളിച്ച് ഉപദേശിക്കുകയും, അതൊക്കെ മക്കളാകുന്ന നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം, എൻ്റെ പേരിലാണ് ആ സമ്പത്ത്, നിങ്ങളാരും അതിന് വില പറയരുത് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമ്പത്ത്, വീടുണ്ടാക്കാൻ വെച്ച കാശെടുത്തിട്ട് പള്ളിയുണ്ടാക്കി, അതും എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ച്, എന്നിട്ടോ
ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല, സമാധാനിച്ചുറങ്ങിയിട്ടില്ല. അവിടുന്ന് വഫാത്താകുന്ന തൊട്ടടുത്ത ദിവസം പോലും പറയാറുണ്ടായിരുന്നു, എനിക്കൊന്ന് സമാധാനത്തിലൊന്ന് ഉറങ്ങണം, ഒന്ന് സന്തോഷത്തോടെ എല്ലാ കടങ്ങളും വീട്ടി ഒന്ന് ഉറങ്ങണം, എനിക്ക് എപ്പോഴാണെന്ന് സമാധാനം കിട്ടുക എന്നവിടുന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു നല്ലൊരു റാഹത്തിൽ എല്ലാം കഴിഞ്ഞു, എല്ലാം സന്തോഷത്തോടെ അവിടുന്ന് ഉറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നീട് അവിടുന്ന് പറയാറുള്ളത്, ഇനി എൻ്റെ വിശ്രമം ഖബറിലാണ്, എൻ്റെ വിശ്രമം ഖബറിലാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇന്ന് ആ മദ്ഹറിൻ്റെ ക്യാമ്പസിൻ്റെ മുമ്പിൽ നമ്മളെ മുതഅല്ലിമീങ്ങളെ ഓത്ത് കേട്ടിട്ട്, അവർ പഠിക്കുന്നത് കേട്ടിട്ട്, അവരുടെ സിയാറത്ത് കണ്ട്, ആ ക്യാമ്പസിൽ വരുന്ന പല ആളുകളെയും സിയാറത്ത് കണ്ട് ഇന്ന് അൽഹംദുലില്ലാ സന്തോഷത്തോടെ കിടക്കുകയാണ്. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ മദദ് അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ആഗ്രഹിച്ച സ്ഥാപനമാണ് ഓരോ ക്യാമ്പസും, ഓരോ നാട്ടിലും. അവിടുത്തെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഒരു ക്യാമ്പസിൽ തന്നെ പല ബിൽഡിങ്ങുകൾ വേണ്ട, അത് ആവശ്യമുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് ആവശ്യമായ ക്യാമ്പസുകൾ ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അൽഹംദുലില്ലാ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കിയത്. ഇവിടെ ഹിഫ്ദ് ഉണ്ടാകുമ്പോൾ, ഇവിടെ ഇങ്ങനെ ക്യാമ്പസ് ഉണ്ടാകുമ്പോൾ ഈ നാട്ടിലെ പരിസരവാസികൾക്ക് പലതും പഠിക്കാനും അറിയാനും നിസ്കരിക്കാനും അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെടാൻ അവർക്കൊരു അവസരമാണ്. അൽഹംദുലില്ലാ മദ്ഹറിൻ്റെ പല ക്യാമ്പസുകൾ, 15ഓളം സ്ഥലങ്ങളിൽ 30ഓളം സംരംഭങ്ങളിലായിട്ട് അൽഹംദുലില്ലാ ഇന്ന് പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ട്. വരുമാനമായി ഒന്നും പറയാനില്ല. ഒരു രൂപ പോലും വാടക കിട്ടുന്നൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ വാടക കിട്ടുന്ന മറ്റെന്തെങ്കിലും സംരംഭങ്ങൾ മദ്ഹറിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇന്ന് വരെ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ വലിയ മഹദ് ഫദ്ൽ കൊണ്ട് അതൊക്കെ നടന്നു പോയിട്ടുണ്ട്. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ഈ ബിൽഡിംഗ് ആകുന്ന സമയത്ത് തന്നെ ഈ വിനീതൻ്റെ അടുത്തേക്ക് നേരത്തെ ഉസ്മാൻ സയ്യിദ് പറഞ്ഞതുപോലെ ചെറിയൊരു 2000 രൂപയുടെ 2000 സ്ക്വയർ ഫീറ്റുള്ളൊരു പ്ലാനുമായി വന്നപ്പോൾ പടച്ച റബ്ബിനെ കണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ അടുത്ത് പോയി പറഞ്ഞു, അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഒരിക്കലും ഒരു രൂപ പോലും കയ്യിൽ കരുതിക്കൊണ്ടായിരുന്നില്ല ഈ സ്ഥാപനത്തിന് വേണ്ടി കുറ്റിയടിച്ചു. ആ കുറ്റിയടിക്കുന്ന സമയത്ത് കുറഞ്ഞ ആളുകളെ മാത്രം വിളിച്ചു. അവിടെയുണ്ടായിരുന്ന ആ ആളുകൾ, പല ആളുകളും കല്ലേറ്റെടുത്തു, സിമൻ്റ് ഏറ്റെടുത്തു, ആവശ്യമായ കുറഞ്ഞ സംഗതികൾ ഏറ്റെടുത്തു. അൽഹംദുലില്ലാ ഇത് പൂർത്തീകരിക്കുമ്പോഴേക്കും 80 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളാകുന്ന ഒരുപാട് ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചവരാണ്, സഹകരിച്ചതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റ വ്യക്തി ഉണ്ടാക്കി തന്നതല്ല, പല ആളുകളുടെയും സഹായങ്ങളാണ്. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതൊക്കെ നമ്മളെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചേരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട, നമ്മളെ കുടുംബങ്ങളിൽ മരണപ്പെട്ടവരുടെ ഹദറത്തിലേക്ക്, ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥാപനം ഇനിയും ഒരുപാട് വളരാനുണ്ട്, ഇനിയും ഒരുപാട് വളർത്താനുണ്ട്, ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. ഈ ബിൽഡിംഗ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ കുട്ടികൾക്ക് ഇനിയും വേണ്ട പല സൗകര്യങ്ങളും നമ്മളെ പ്ലാൻ അനുസരിച്ച് ഒരുപാട് ഇന്നത്തെ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളോട് സൗകര്യങ്ങളോട് കൂടിയുള്ള ഹിഫ്ദാക്കണമെന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. കേവലം ഹിഫ്ദാല് പോരാ, എല്ലാ നിലക്കും നമ്മളെ മക്കൾ ലോകത്ത് ഇൻ്റർനാഷണൽ ലെവലിലേക്കാണ് നമ്മളെ മക്കളെ വളർത്തേണ്ടത്. ഈ കേവലം നമ്മളെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു ജില്ലയിലോ അല്ലെങ്കിൽ നമ്മളെ സ്റ്റേറ്റിലോ വളരേണ്ട മക്കളല്ല. നമ്മളെ മക്കൾ സ്വപ്നം കാണേണ്ടത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മളെ മക്കളെ വളരണം. അവർ പഠിച്ച് അള്ളാഹുവിൻ്റെ ദീൻ, എല്ലാ സംവിധാനങ്ങളും വരും തലമുറ വർഷങ്ങൾ കഴിഞ്ഞ് ഈ കുട്ടികൾ ഒരുപക്ഷെ 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ അവസ്ഥ മാറിയിട്ടുണ്ടാവാം, ഈ നാടിൻ്റെ അവസ്ഥ മാറിയിട്ടുണ്ടാവാം, പല സംവിധാനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാവാം. ആ സമയമാകുമ്പോഴേക്കും നമ്മളെ മക്കൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും വളർത്തി അത്യാധുനിക സൗകര്യങ്ങളുള്ള ക്യാമ്പസായിട്ട് നമ്മളെ ക്യാമ്പസ് മാറ്റണം. അല്ലാഹു തആല തൗഫീഖാക്കി തരുമാറാകട്ടെ. കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണമെന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, എല്ലാ മീറ്റിങ്ങിലും പറയാറുണ്ട്. കുട്ടികൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ, അവിടെ പഠനത്തിന് ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യവും നമ്മൾ ഒരുക്കി കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖാക്കി തരുമാറാകട്ടെ. നമ്മളാകുന്ന ഓരോരുത്തരുമാണ് അതിനു വേണ്ടി സഹായിക്കേണ്ടത്, സപ്പോർട്ട് ചെയ്യേണ്ടത്. രക്ഷിതാക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും ആ വിഷയത്തിൽ സഹകരിച്ചാൽ
സപ്പോർട്ട് ചെയ്താൽ ഇൻഷാ അള്ളാഹ് നമുക്ക് നമ്മുടെ വരും തലമുറക്ക് ഭാവിയിൽ വളർന്നു വരുന്ന മക്കൾക്ക് വലിയ ഉപകാരമാകും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു വലിയ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകുമാറാകട്ടെ. ഈ സന്തോഷങ്ങളൊക്കെ കണ്ട് നമ്മളെല്ലാമായി സ്ഥാപനത്തിൻ്റെ നായകൻ പ്രിയപ്പെട്ട ഉപ്പ അവിടുത്തെ ഖബറിൽ കിടന്ന് സന്തോഷിക്കുന്നുണ്ടാവും. അവിടുന്ന് ഇതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആത്മീയമായിട്ട് നമ്മുടെ കൂടെയുണ്ട്, ഇതെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അള്ളാഹ് അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും ഇത്രയും ഈ സ്ഥാപനം നടക്കുന്നത് നമുക്ക് ഉറപ്പാണ്, നമ്മൾ ആരുടെയും കഴിവല്ല. അവിടെ നിന്ന് ആത്മീയമായിട്ടുള്ള നിയന്ത്രണം, ആ ഒരു ഒറ്റ നോട്ടമാണ് അൽഹംദുലില്ലാ ഈ സ്ഥാപനം ഈ നിലക്ക് വളർന്നത്. അല്ലാഹു തആല അവരൊക്കെ മദദ്, നമ്മളെ മശായിഖന്മാർ അസാധ്യതത്തിൻ്റെ പരിപൂർണമായ മദദും പൊരുത്തവുമുള്ളവരെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അല്ലാഹു തആല ആക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ. നമുക്ക് പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിൽക്കുന്ന ഈ മുറ്റം ഇത് നമ്മളതല്ല. ഇനിയും നമ്മൾക്ക് ഈ സ്ഥലം വാങ്ങേണ്ടതുണ്ട്. ഞങ്ങളൊക്കെ സഹായിക്കണം. ഏകദേശം ഒരു സെൻറ്റിന് 1,25,000 രൂപ വരുന്നുണ്ട്. നമ്മളെല്ലാവരും ആ ഒരു വിഷയത്തിലേക്ക് നമ്മളെല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചാൽ ഒരു 300 രൂപ സ്ക്വയർ ഫീറ്റിന് വരും ഇൻഷാ അള്ളാഹ്. പറ്റുന്നവർ അത് 1,00,000 ഒരു സെൻറ്റ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സെൻറ്റ് ഏറ്റെടുത്ത്, അല്ല 2 സെൻറ്റ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റെടുത്ത് നമുക്ക് കഴിയുന്ന സഹായങ്ങൾ കൊടുത്ത് ഈ സ്ഥലം നമുക്ക് വാങ്ങേണ്ടതുണ്ട്. അല്ലാഹു തആല സഹകരിക്കുന്ന നമ്മളെല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മൾക്ക് മക്കൾക്ക് വേണ്ട അവിടെ പഠനാവശ്യത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ സ്ഥലം നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളാകുന്ന ഓരോരുത്തരും ആ വിഷയത്തിൽ ഏറ്റെടുക്കണം. അല്ലാഹു തആല ഏറ്റെടുക്കുന്നവർക്ക് വലിയ ഖൈറും ബറക്കത്തും സന്തോഷങ്ങൾ അല്ലാഹു നൽകുമാറാകട്ടെ. ഇന്ന് വരെ മദ്ഹറിൻ്റെ ചരിത്രത്തിൽ ആരെയും ചോദിച്ചിട്ടോ കഷ്ടപ്പെടുത്തിയിട്ടോ പ്രയാസപ്പെടുത്തിയിട്ടോ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. അങ്ങനെ വാങ്ങാറില്ല. അതൊക്കെ മനസ്സറിഞ്ഞ് തരുന്നവരാണ്. അൽഹംദുലില്ലാ. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ, ഇപ്പം നേരത്തെ ഉസ്മാൻ സായിദി പറഞ്ഞല്ലോ, തന്ന ആളുകളെ പേര് നമ്മൾ വായിക്കുകയാണെങ്കിൽ എത്രയോ വായിക്കാനുണ്ടോ, പല ആളുകളുണ്ടാവും. അവരൊക്കെ വായിച്ച് പ്രിയപ്പെട്ട ഉപ്പയുടെ പറച്ചിൽ തന്നെ ഉപ്പ പോയും പറയുന്ന വാക്കാണ്. നമ്മൾക്ക് സ്ഥാപനത്തിന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ അവരുടെ പേരങ്ങോട്ട് പറഞ്ഞ് വായിച്ചിട്ട് അവരുടെ നിയ്യത്ത് മോശമായി കഴിഞ്ഞാൽ ദുന്യാവിൽ അവർക്ക് സമ്പത്തും നഷ്ടപ്പെട്ട് ആഖിറവും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ നിയ്യത്ത് മോശമാക്കി കളയരുത്. അവരാഗ്രഹിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ നമ്മൾ പേര് വായിച്ചിട്ട് അയാൾ ഇന്നത് തന്ന് ആ തന്നതിൻ്റെ പേരിൽ അവിടെ പൊക്കി വെച്ച് അവർക്ക് വേണ്ട അങ്ങനെ മദ്ഹ് പറഞ്ഞ് ഒരു പക്ഷേ അവരുടെ കൽബിൽ ആ കൊടുത്തത് ഒരു ചിന്ത, ഞാൻ കൊടുത്തത് എൻ്റെ പേര് പറഞ്ഞു എന്നുള്ള ചിന്ത വന്ന് എന്തെങ്കിലും ദുന്യവിയായിട്ട് ചിന്തിച്ചു പോയി ആ നിയ്യത്ത് മോശമായി കഴിഞ്ഞാൽ അതെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ആ പണിക്ക് നമ്മൾ പോകരുത്. ഉപ്പാൻ്റെ ഉപദേശമാണ്. പലപ്പോഴും ആളുകളോട് ചോദിക്കുന്ന സമയത്ത് പറയാറുള്ളതാണ്, നിങ്ങൾ ആരും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ആരും തരണ്ട. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ആഖിറം ചിന്തിച്ച് എൻ്റെ ആഖിറത്തിൽ ഖബറിൽ കിടക്കുന്ന സമയത്ത് സന്തോഷത്തോടെ കടക്കാൻ വേണ്ടി എനിക്ക് ദുന്യാവിൻ്റെ ആഖിറത്തിൻ്റെ വിജയത്തിന് വേണ്ടി എന്ന നെയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ നൽകേണ്ടത്. അല്ലാഹു തആല എല്ലാം അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സന്തോഷം നൽകുമാറാകട്ടെ. ഒരുപാട് അനുഭവങ്ങൾ ഈ സ്ഥാപനത്തെ സ്നേഹിച്ച സഹായിച്ച പല ആളുകൾക്കും കിട്ടിയ അനുഭവങ്ങൾ പറയാൻ കഴിയും. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇന്ന് അസറിൻ്റെ ശേഷം മദ്ഹറിൽ വെച്ചിട്ട് റമളാൻ 21 രാവിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസിൻ്റെ സ്വാഗത സംഘവും പ്രിയപ്പെട്ട ഉപ്പയുടെ 11ാമത്തെ ഉറൂസ് മുബാറക്കിൻ്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. പല ആളുകളും അതിൽ കൂടി. ഇൻഷാ അള്ളാഹ് നമ്മളൊക്കെ അതിൻ്റെ പ്രവർത്തകരായി പ്രചാരകരായി മാറണം. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആരെങ്കിലും ഇൻഷാ അള്ളാഹ് ബറക്കത്തിന് വേണ്ടി ഈ മജ്ലിസിൽ ഒരു സെൻറ്റ് ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു തആല അവർക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. സന്തോഷം നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് പറ്റുന്നവരാരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അല്ലാഹു തആല സഹായിക്കാൻ പറ്റുന്ന 1 സെൻറ്റ് അല്ലെങ്കിൽ കഴിയുന്നൊരു സംഖ്യ ഇൻഷാ അല്ലാഹ് രക്ഷിതാക്കളെ കൂട്ടത്തിലോ ആരെങ്കിലും പറ്റും. നമുക്ക് എടുക്കേണ്ട സ്ഥലമാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പുറത്ത് മറ്റൊരാൾക്ക് കൊടുത്തു പോയാൽ നമുക്കിത് ബുദ്ധിമുട്ടായി പോവും, പ്രയാസമാവും. നമ്മളെ മക്കൾക്ക് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്. അല്ലാഹു തആല സഹായിക്കുന്നു. ഈ ബിൽഡിങ്ങിലൊക്കെ നിങ്ങൾ സഹായിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇനി സഹായിച്ചവർക്ക് ഇനിയും നിഅമത്ത് അല്ലാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. നേരത്തെ ഉസ്മാൻ സായിദി പറഞ്ഞല്ലോ, വാതിൽ തന്നത് പല പല സൗകര്യങ്ങൾ പലതും നൽകിയത്.
അള്ളാഹു എല്ലാവർക്കും ഞാമത്തും ബറക്കത്തും അള്ളാഹു ഏറ്റുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് പറ്റുന്നവർ ഇത് ഏറ്റെടുക്കണം. അള്ളാഹു തല സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അൽഹംദുലില്ലാഹ്. അബൂക്കർച്ച അല്ലേ, എല്ലാ വിഷയത്തിനും സഹായിക്കുന്ന ആളാണ്. 10,000 രൂപ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ, ബറക്കത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഉസ്താദുമാർ പ്രസംഗിക്കാറുണ്ട്, ബുറുദ ഇവിടെ നടക്കാണ്ട്. ഇൻഷാ അള്ളാഹ് അബൂക്കർച്ച അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് തുടർന്നും നിങ്ങളെല്ലാവരും ആ വിഷയത്തിൽ ഏറ്റെടുക്കണം. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ്. നമ്മുടെ മമ്മ ഹാജി 10,000 രൂപ ഏറ്റെടുത്തിട്ടുണ്ട്.